അമ്മ അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, കുറച്ച് ആഹാരം കഴിക്കാം. വേണ്ട മോനെ, എനിക്ക് തീരെ വിശപ്പില്ല. മോൻ കഴിച്ചോ? പറ്റില്ല അമ്മ. അമ്മ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശ്രീലക്ഷ്മി സമ്മതിക്കില്ല. ശ്രീലക്ഷ്മിയോ? എവിടെ? ശ്രീലക്ഷ്മി മോള് വന്നോ? എപ്പോഴാ വന്നത്? എവിടെ ശ്രീലക്ഷ്മി മോള്? ഫോണിലേക്ക് നോക്കിയേ. മോളെ ശ്രീലക്ഷ്മി. എന്താ അമ്മ ഇത്? അമ്മയും കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും അമ്മ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മോളെ. മോള് ഈ വീട്ടിൽ നിന്ന് പോയപ്പോ ഈ വീട്ടിലുള്ളവരെല്ലാം അനാഥരായതുപോലെ തോന്നുന്നു അമ്മയ്ക്ക്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു വിഷമം ഉണ്ടായിട്ടില്ല. നീ സ്നേഹം കൊണ്ട് ഈ അമ്മയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു മോള്. പെട്ടെന്ന് മോള് വീട്ടിലേക്ക് പോയപ്പോ അമ്മയ്ക്ക് മോള് തന്ന സ്നേഹം മുഴുവൻ നഷ്ടമാകുമോ എന്ന ഭയമുണ്ടാകുന്നു. എന്താ അമ്മ ഇത്? ഞാനും എന്റെ സ്നേഹവും ഒരിക്കലും അമ്മയും രവിസാറിനെയും വിട്ട് അകന്നു പോവില്ല. എന്റെ അവസാനത്തെ ശ്വാസം വരെ എന്റെ സ്നേഹവും കരുതലും എല്ലാം നിങ്ങൾക്കുള്ളതാ. അമ്മ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും ഒന്നും കഴിക്കില്ല. അയ്യോ മോളെ, അങ്ങനെയൊന്നും വേണ്ട. അമ്മ കഴിക്കാം. മോനെ. ശ്രീലക്ഷ്മി, അമ്മയെ ആഹാരം കഴിക്കാൻ പോവാം. താൻ പോയി അച്ഛനും അമ്മയായിട്ട് ആഹാരം കഴിക്കാൻ നോക്കാം. ശരി സർ. ഓക്കെ. ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം. ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ അളവിന് കഴിക്കണം. നീ ഇത് ആരോടാ മോളെ പറയുന്നേ? നല്ല എരിവും പുളി ചേർത്ത് ഒരു കറി വെച്ചാലേ 2 പ്ലേറ്റ് ചോറ് കഴിക്കും മനുഷ്യൻ. സരോജ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കേ. മോളെ ശ്രീലക്ഷ്മി, അച്ഛന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ഇവള് വെറുതെ പറയണല്ലേ. നല്ല എരിവും പുളിയും ചേർത്ത് നിന്റെ അമ്മ കറി ഉണ്ടാക്കിയ ഞാനല്ല ആരായാലും 1 പ്ലേറ്റ് ചോറ് കൂടുതലുണ്ണും. ഇവൾക്ക് കുറച്ച് കൈപുണ്യം കൂടുതലാണെന്നുള്ള അഹങ്കാരം ഈയിടെ കൂടുതലാ. എടീ, ഈ ആഹാരത്തിന് സ്വാദ് കൂടുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ സരോജ? ആ, എന്റെ മോളുടെ കയ്യിൽ നിന്ന് 1 പിടി ചോറ് കഴിക്കുമ്പോഴാ ആഹാരത്തിന് സ്വാദ് കൂടുന്നത്, അല്ലേ മോളെ? അങ്ങനെ നിങ്ങൾ മാത്രം സൂഹിക്കണ്ട മോളെ. അമ്മയ്ക്ക് രാജനന്ദിനെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവണമെങ്കിൽ കുറച്ച് വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. ഇപ്പോഴുള്ള ഈ പിണക്കവും ചേർത്ത് അന്ന് ഞാൻ സാറിനെ സ്നേഹിച്ചോളാം. ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് വിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. എന്നാൽ രവിക്ക് സംഭവിച്ചതും സംഭവിക്കുന്നതും എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അറിയുന്നില്ല. ആ കാരണം കൊണ്ട് ശ്രീലക്ഷ്മിയെ പിരിഞ്ഞിരിക്കാൻ ഒരിക്കലും രവിക്കാവില്ല. നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഒന്നിനെക്കുറിച്ചും ഇനി നിന്നോട് ചോദിക്കില്ല. നീയും രവിയും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മടങ്ങിപ്പോകാൻ. രവിക്ക് ശ്രീലക്ഷ്മിയോട് ഇപ്പോഴും എത്രമാത്രം സ്നേഹമുണ്ടെന്നറിയാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല. നാളെ തന്നെ അത് ശ്രീലക്ഷ്മിക്ക് അറിയാൻ പറ്റും. നാളെയോ? അതെ, ശ്രീലക്ഷ്മിക്ക് സന്തോഷം കിട്ടുന്ന ഒരു സംഭവം നാളെ ഇവിടെ നടക്കും. ഈ വീട് അതിന് സാക്ഷിയാകും. അങ്ങനെ കരുതിയതിന് ഒരു തെറ്റുമില്ല രാജാറാം. എപ്പോ ഏത് സമയത്തും നിങ്ങൾക്കിവിടെ വരാം.
രാവിലെ ഒരുമിച്ചുള്ള വരവ് പതിവില്ലാത്തതുകൊണ്ട് അമ്മ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, സാർ എവിടെയമ്മേ? എഴുന്നേറ്റില്ലേ? അവൻ രാവിലെ ജോഗിങ്ങിന് പോയിരിക്കാം. ശ്രീലക്ഷ്മി പോയതിനു ശേഷം വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ അമ്മേ? അമ്മയ്ക്ക് വിഷമാവാൻ വേണ്ടി ചോദിച്ചതല്ല. ഏയ്, അതൊന്നും സാരമില്ല മോളെ. ഈ കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മോള് ചോദിക്കേണ്ട ചോദ്യം തന്നെയാ അത്. ശ്രീലക്ഷ്മി ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. അവള് കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കുമ്പോ അവളുടെ മനസ്സ് കുറച്ച് ശാന്തമാകുമെന്ന് വിചാരിക്കാം. അങ്ങനെ മനസ്സമാധാനം ഇല്ലാതാകാൻ മാത്രം ശ്രീലക്ഷ്മിക്ക് എന്താ അമ്മേ ഇവിടെ അത്രയും വലിയ പ്രശ്നം? ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ശ്രീലക്ഷ്മി മനഃപൂർവ്വം ചെയ്യുന്നതാകാനാണ് സാധ്യത. അഷ്ടമിയുടെ അപഹാരം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാം. അത് കേട്ട് നമുക്ക് സ്വന്തമായിട്ട് ആശ്വസിക്കാമെന്നല്ലാതെ മനസ്സുകൊണ്ട് ഇത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്നതാണോ? എപ്പോഴും അമ്പലവും നേർച്ചകളുമായിട്ട് നടക്കുന്ന അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റൂ ഇതൊക്കെ? മാള ഇട്ടോണ്ടിരിക്കണ സമയം ദേ കയറി വരുന്നു എന്റെ സരസ്വതി വല്യമ്മ. ഒരേ പൂരത്തിന് പിന്നെ അടിയായി, കരച്ചിലായി. അവസാനം കറണ്ട് ഓഫീസിലെ ലൈൻമാൻ രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചു. ഞാൻ വിടുവോ? ഈ മനുഷ്യനെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളയൊന്നു ഒറ്റ കാലം നിന്നപ്പോഴാ എന്റെ അച്ഛനുമേയും കുറച്ചെങ്കിലും ഒന്ന് അയഞ്ഞത്. സത്യം പറയാലോ രവി സാറേ, അന്ന് ഒറ്റ കാലം നിന്ന് ഇങ്ങേരെ വേണോന്ന് പറയാതെ 2 കാലം നിന്ന് രാധാകൃഷ്ണൻ ചേട്ടന്റെ കൂടെ പോകേണ്ടതായിരുന്നെന്ന് എനിക്കിപ്പൊ തോന്നാറുണ്ട്. അന്ന് ഈ മനുഷ്യൻ കാണിച്ച പരാക്രമം ചില്ലറയാണോ? ഒരു കൊള്ളക്കാമോ നിൽക്കുന്നു. നിനക്ക് അത്രയ്ക്ക് കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ രാധാകൃഷ്ണൻ ചേട്ടന്റെ കൂടെ അങ്ങ് പോകാമായിരുന്നില്ലേ സരോജം? ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടേ. എങ്കി ഇപ്പൊ വെള്ളസാരി എടുത്ത് നടക്കായിരുന്നു. നിന്റെ ലൈൻമാൻ രാധാകൃഷ്ണൻ ചേട്ടനെ കറണ്ട് അടിച്ച് മരിച്ചത് നീ അറിഞ്ഞില്ലേ? അങ്ങേര് ചത്താലെന്താ? ഭാര്യ നളിനിക്ക് ജോലി കിട്ടിയില്ലേ? അതെ അതെ അതെ. ഇനി ഈ പേരും പറഞ്ഞ് രണ്ടാളും വഴക്കൂടണ്ട. നല്ലൊരു റൊമാൻറ്റിക് സ്റ്റോറി എത്ര പെട്ടെന്നാ വയലൻസ് ആയത്. നീ ഇവിടെ നിൽക്കണ്ട. നിന്റെ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ അടച്ചു വെച്ചിട്ട് കടയിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. മനുഷ്യ ഞാനും സരോജം കടയിലേക്ക് പോകുമ്പോ മോളിവിടെ തനിച്ചാകൂലോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പൊ സാറ് വന്നല്ലോ. ഏയ്, അതോർത്ത് ശ്രീടച്ചൻ വിഷമിക്കണ്ട. ഞാൻ കുറച്ചു നേരം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ദാ വരുന്നു. ശ്രീലക്ഷ്മി. അതെ, ഞാൻ ശ്രീലക്ഷ്മിയെ കുറിച്ചാ ഇത്രയും നേരവും സംസാരിച്ചുകൊണ്ടിരുന്നത്. മുഴുവൻ പ്രശ്നങ്ങളാണല്ലോ ബാലമ്മ. എന്തു പറയാനാ കുഞ്ഞ്? ശ്രീലക്ഷ്മി കുഞ്ഞ് വന്നു കേറിയപ്പോ മുതല് രവിക്കുഞ്ഞിനും എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഗായത്രി അമ്മയെ മനസമാധാനത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് നാളുകളേറെയായി. ചുരുക്കി പറഞ്ഞാൽ ശ്രീലക്ഷ്മി വലതുകാല് വെച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം എല്ലാവരുടെയും സമാധാനം പോയെന്നർത്ഥം. മാഡത്തെ പോലെ പക തീർക്കാൻ എനിക്ക് പകരക്കാരിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്നെ ഈ വീട്ടിൽ കയറ്റുന്ന കാര്യം മാഡമായിട്ട് കയറ്റണ്ട. ഞാൻ രവി സാറിന്റെ കയ്യും പിടിച്ച് കയറി വന്നോളാം. അപ്പോ
എന്നെയും സാറിനെയും നിലവിളക്കും ആരതിയുമായിട്ട് സ്വീകരിക്കാൻ മാഡം മുന്നിലുണ്ടാവണം. മാഡം നോക്കിക്കോ, ശ്രീലക്ഷ്മിയുടെ അഭാവത്തില് സാൻഡ്രയുടെ ഭാവമാറ്റം എങ്ങനെയാണെന്ന്. ഇനി രവി ശ്രീലക്ഷ്മി ഇല്ല, രവി സാൻഡ്ര, ആ 2 പേരേ ഉള്ളൂ. രവി സാറിനെ കൊണ്ട് ഞാൻ എന്റെ കഴുത്തില് താലി കെട്ടിക്കും. മാഡത്തിന് അറിയാവുന്ന നാറിയ കളികളൊക്കെ മാഡം കളിക്ക്. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. ഇത് സാൻഡ്രയാണ്, മുന്നിലും പിന്നിലും ബന്ധങ്ങളുടെ ഒരു കെട്ടുപാടും ഇല്ലാത്ത സ്വതന്ത്രയായ സാൻഡ്ര. മൈൻഡ് ഇറ്റ്, മൈൻഡ് ഇറ്റ്, മൈൻഡ് ഇറ്റ്, മൈൻഡ് ഇറ്റ്, മൈൻഡ് ഇറ്റ്, മൈൻഡ് ഇറ്റ്, മൈൻഡ് ഇതെന്താ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? അതിപ്പോ അങ്ങനെയല്ലേ, ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അവിടേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? എത്ര കണ്ടാലും ആ സ്ഥലങ്ങൾ നമുക്ക് മടുക്കില്ല, ഫ്രഷ് ആകുകയും ചെയ്യും. അതുപോലെയാ എനിക്ക് താനും. ഇങ്ങനെ നോക്കിയിരുന്നാ മതി. അല്ല, നേരത്തെ വിശക്കുന്നെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞ പോലെ വിശപ്പ് എന്തിനായിരുന്നെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. തന്നെ ഇങ്ങനെ എത്ര നോക്കിയിരുന്നാലും മടുപ്പ് തോന്നാത്ത പ്രിയപ്പെട്ട എന്തോ ഒന്ന് തന്നിലുണ്ട്. വിശപ്പും സാഹിത്യവും നല്ല കോമ്പിനേഷനാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ പഴയ കാലൊക്കെ സാർ എപ്പോഴും ഓർക്കാറുണ്ടോ? ഓർക്കുന്ന എന്തിനാണോ? ഞാൻ ജീവിക്കുന്നത് തന്നെ അതിലല്ലേ. എന്റെ 2ാം ജന്മം എന്ന് പറയുന്നതിന്റെ തുടക്കവും തുടർച്ചയും എല്ലാം താനല്ലേ. ഞാനിപ്പോ നിൽക്കുന്നതും ഈ വീട്ടിലേക്ക് വരുന്നത് വരെ പല കുത്തുവാക്കുകളും പരിഹാസങ്ങളും എന്റെ ജീവിതത്തിൽ വന്നുപോയി. ആർക്കു വേണ്ടിയാണോ ഞാനതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്, ആ ആളെക്കാളും വലുതല്ല എനിക്ക് മറ്റൊന്നും. എല്ലാ കാലത്തും എന്നോടൊപ്പം ജീവിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്ന് ആ വ്യക്തി തന്നെ പറയുമ്പോ മൗനത്തിനപ്പുറം സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞൊരു സംതൃപ്തി കൂടിയുണ്ട് എനിക്ക്. എന്നെ മടുക്കാത്ത ഒരാളെയാണ് എനിക്ക് കിട്ടിയെന്ന് ഓർക്കുമ്പോ ജീവിതമല്ലേ, എന്ത് സംഭവിക്കാം. പക്ഷെ എന്നെ മാത്രം ഒഴിവാക്കരുത് സർ. ശ്രീലക്ഷ്മി, come on, cheer up. അവളുടെ സംസാരത്തിന് ചെകിടടിച്ചു പൊട്ടിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടതായിരുന്നു ഞാൻ. പിന്നെ തോന്നി എന്നെക്കാളും അതിന് യോഗ്യതയുള്ളത് മദറിലോയ്ക്കാണെന്ന്. സ്നേഹത്തിന്റെ ഭാഷയിൽ ചതി ഒളിപ്പിച്ചു വെച്ചിട്ട് മദറിലോയുടെ മുന്നില് നിഷ്കളങ്കത അഭിനയിച്ച അവളെ എന്ത് ചെയ്യണമെന്ന് മദറിലോ തന്നെ തീരുമാനിക്കും. യമുനെ, അമ്മേ, സാന്ദ്ര ഞാൻ വിളിക്കുന്നു പറ. ശരി അമ്മേ.
വേണ്ട മദറല്ലോ, കണ്ണിൽ കൂടി പൊന്നീച്ച പറക്കുന്ന ഒരു അടി, അതും മദറില്ലോയുടെ കൈകൊണ്ട്. അതവൾ അർഹിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഈ വീട്ടില് കയറി പോവരുതെന്നും പറയണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സുലക്ഷ്മി. ഇനി ഈ വേഷത്തിൽ ഞാനിവിടെ നിന്നാലേ തന്റെ അച്ഛനും അമ്മയെ കണ്ടുകൊണ്ടുവന്ന വീണ്ടും നാണക്കേടാവും. ഇനി എന്നാ? അങ്ങനെ ഒരു ഡേറ്റും സമയമൊന്നും ഇല്ലല്ലോ. എപ്പ കാണാൻ തോന്നുന്നു അപ്പൊ ഞാൻ വരും. ഇവിടേക്ക് ഞാൻ രാവിലെ കയറി വന്നത് വളരെ വിഷമത്തോടെ ആയിരുന്നു. പക്ഷെ തിരികെ പോകുന്നത് എന്റെ ശ്രീലക്ഷ്മിയോടുള്ള കുറെ നല്ല നിമിഷങ്ങളോടെ. ജീവിതത്തിന് സന്തോഷവും സങ്കടവും ഒഴിവാക്കാൻ പറ്റാത്ത ഞാനും താനുമുള്ള ഓരോ നിമിഷവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നല്ലൊരു ദിവസം എനിക്ക് തന്നതിന്, കുറെ നേരം എല്ലാം മറന്ന് എന്നോട് സംസാരിച്ചതിന് താങ്ക്സ് ലക്ഷ്മി. നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ചുണ്ടായ ദിവസങ്ങളിൽ ഈ ദിവസം ഉണ്ടാവും. ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ചുമതലകളില്ലാതെ, പ്രശ്നങ്ങളുടെ ഭാരം ഒന്നുമില്ലാതെ പഴയ രവിയെ താൻ തിരികെ കൊണ്ടുവന്നു. എന്റെ വഴി മുഴുവൻ ഇരുട്ട് നിറഞ്ഞതാ. എന്റെ പുറകെ ചൂട്ടും കത്തിച്ചു വന്നാലുണ്ടല്ലോ, ബാക്കി വെച്ചേക്കില്ല നിന്നെ ഞാൻ. സാൻഡ്രോ ഒരു വശത്തുനിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ ഇല്ലാതാക്കാൻ നിന്റെ ആവനാഴിയിലെ അമ്പുകള് മതിയാകാതെ വരും രേഖ മാഡം. അതുകൊണ്ട് മാഡം ഒരു മൂലക്കിരുന്ന് കളി കാണും. ത്രസിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകള് ഇനിയും ഒരുപാട് കാണാനുള്ളതാ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. നമസ്കാരം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. കാർമേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞ് തെളിഞ്ഞ ആകാശം പോലെ ഈ ഇടക്കാലങ്ങളിൽ നല്ലൊരു ദിനം. മനസ്സിലുള്ള വിദ്വേഷങ്ങളും പരിഭവങ്ങളും പരസ്പരം മാറ്റിവെച്ച് മനസ്സ് തുറന്ന് സംസാരിച്ച് ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത ഒരു ഭർത്താവിന്റെ സംതൃപ്തി ഉണ്ട് മോന്റെ മുഖത്ത്. നിങ്ങൾ രണ്ടാളും കോളനിയിൽ നിന്ന് പോയപ്പോ എനിക്ക് എന്ത് വിഷമായെന്നറിയോ? പാവ ശ്രീലക്ഷ്മിക്ക് ഒരുപാട് വിഷമായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. ദീപുവിന് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോ. അയ്യോ ഇല്ലെങ്കിലേ, എനിക്ക് നിങ്ങൾ പോയതിൽ വിഷമേ ഉള്ളൂ. ഇപ്പൊ ഹാപ്പിയാണ്. രണ്ടാളെ നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. അല്ല, കൃഷ്ണ എവിടെ? അവളെയും കൂട്ടി വരായിരുന്നില്ലേ നിനക്ക്? കൃഷ്ണയ്ക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട് ആന്റി, അതാ വരാഞ്ഞത്. രണ്ടാൾക്ക് ഒരുമിച്ച് ലീവ് കിട്ടില്ലല്ലോ. പിന്നെ അച്ഛനും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ ഞാൻ അച്ഛനറിയാതെ ആദ്യമേ ഇങ്ങ് പുറപ്പെട്ടു. അച്ഛനെ ഞാൻ പറ്റിച്ചു.
ത്രിവിക്രമൻ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ? ആ, ഒരു ദിവസം കൊണ്ടുവരാം. ആ ദീപു ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഇരിക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? അങ്ങനെ പോകുന്നു. ചേട്ടാ, ഇതാണ് ചേട്ടൻ കാണിച്ച അഡ്രസ്സിലെ വീട്. എത്തിയല്ലേ? പക്ഷെ ചേട്ടാ, ഇത് കുറെ സ്റ്റെപ്പ് കയറി വേണം പോവാൻ. ചേട്ടൻ എങ്ങനെ പോകും? താൻ എന്നെ ഒന്ന് പിടിച്ച് അവിടെ എത്തിക്കും. ചേട്ടാ, പോയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. ഇന്നിനി താൻ വേറെ ഓട്ടോ ഒന്നും പിടിക്കണ്ട. എന്നെ സഹായിക്കുന്നതും കൂടി ചേർത്ത് ഞാൻ കാശ് തരാം, പോരെ? എങ്കിൽ ഓക്കെ. നോക്കി. അത്രയ്ക്ക് സസ്പെൻസ് നിറഞ്ഞ കാഴ്ചയല്ലേ നിങ്ങൾ കാണാൻ പോകുന്നത്. നിന്ന് പ്രസംഗിക്കാതെ എന്താണെന്ന് വെച്ചാ കാണിച്ചു തന്നിട്ട് പോകാൻ നോക്ക്. കാണിക്കാലോ. മോനെ ദീപു, ഈ ഫോണിന്റെ ലോക്കൊന്ന് അഴിച്ചേ. അഴിച്ചോ? ഇനി ആ ഗാലറി ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്തോ? ഇനി ആ ഫോട്ടോ എല്ലാവരെയും ഒന്ന് കാണിച്ചേ. ഞാനൊഴികെ എല്ലാവരും കൺകുടുക്ക കാണട്ടെ. അയ്യോ, ഇത് മോളുടെ ഫോട്ടോയാണല്ലോ. ഇത് മോള് മോഡലായ ഫോട്ടോ ആണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം എല്ലാരും ഒന്ന് ഞെട്ടിയില്ലേ? സത്യം പറഞ്ഞ അച്ഛന്റെ സംസാരം കേട്ടപ്പോ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി. അത് ഞാൻ ചുമ്മാ എല്ലാരെയും ഞെട്ടിക്കാവെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ എല്ലാവരെയും കരുതിയില്ലേ ഞാൻ ആ പഴയ ത്രിവിക്രമനാണെന്ന്? സത്യം. എന്തായാലും ഈ ഫോട്ടോ ഇപ്പൊ കണ്ടതിൽ സന്തോഷം. അന്നേ ഒരു മിന്നായം പോലെ കാണാനേ പറ്റുള്ളൂ. ഇതിലൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇവിടെ വെക്കണം. എന്ത് ഭംഗിയാ മോളെ ഇതിൽ കാണാന്. സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെയുണ്ട്. ഇങ്ങോട്ട് തന്നെയാണ് തിരികെ വരേണ്ടതെന്ന് മറക്കരുത് ത്രിവിക്രമ. ഈ രേഖയെ പറ്റിച്ചിട്ട് ഇവിടെ ജോലി ചെയ്ത് സുഖിച്ചു കഴിയാമെന്ന് കരുതണ്ട താൻ. താൻ ആരെയാണ് പറ്റിച്ചെന്ന് തനിക്ക് ശരിക്കും അറിയില്ല. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ആരാരെയാണ് പറ്റിച്ചതെന്ന് ഞാൻ പറയണോ മാഡം? എനിക്ക് പണ്ടേ സിക്സ്ത് സെൻസ് അല്പം കൂടുതലാ. ത്രിവിക്രമന്റെ കണ്ണേ പോയുള്ളൂ. തലച്ചോറ് അതുപോലെ അവിടെ തന്നെ ഉണ്ട്. എന്നെ കുറിച്ച് മാഡം എന്താ കരുതിയിരിക്കുന്നത്? ഈ ത്രിവിക്രമൻ വെറും മണ്ടനാണെന്നോ? ആരും അറിയാതെ എനിക്ക് മാഡം സ്വർണ്ണാഭരണങ്ങൾ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കൂടെ നിൽക്കുന്നവരെ സംശയിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതങ്ങ് തീർക്കാൻ ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ ജുവലറി കൊണ്ടുപോയി സ്വർണം ഒന്ന് ഉരച്ചു നോക്കി. അപ്പോഴല്ലേ മനസ്സിലായത് മാഡം തന്നതൊന്നും സ്വർണമായിരുന്നില്ല,
നല്ല 916 മുക്കുവണ്ണമായിരുന്നു. ത്രിവിക്രമ, നിങ്ങളെ ആരോ പറ്റിച്ചതാ. അതെ, പറ്റിച്ചത് തന്നെയാണ്. വേറെ ആരുമല്ല, മാഡം തന്നെ. ഞാൻ എന്തിനാ തന്നെ പറ്റിക്കുന്നേ? ഞാൻ എന്തിനാ നിങ്ങൾക്ക് ഗോൾഡ് കവറിംഗ് തരുന്നേ? താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അത് ഒറിജിനൽ ഗോൾഡ് തന്നെയാണ്. അഭിനയം നന്നായിട്ടുണ്ട് മാഡം. പക്ഷെ ഇങ്ങനത്തെ നമ്പരൊക്കെ ഈ ത്രിവിക്രമൻ പണ്ടേ ഇറക്കിയതാ. മാഡം ഇത്രയും ചീപ്പായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. ത്രിവിക്രമ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. അയ്യോ മാഡം, പേടിപ്പിക്കല്ലേ. ഞാനേ മാഡത്തിന്റെ വീട്ടിലെ ജോലിക്കാരനല്ല, ത്രിവിക്രമനാ, ത്രിവിക്രമൻ. മാഡം പറഞ്ഞ പോലെ മാഡം ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ത്രിവിക്രമൻ ആരാണെന്ന് ശരിക്കും മാഡം ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. മാഡത്തിന്റെ കയ്യിൽ നിന്ന് മുക്കുകൊണ്ടമല്ലാത്ത നല്ല 24 കാരറ്റ് ഗോൾഡ് വാങ്ങിക്കാനുള്ള മരുന്ന് മാഡമായിട്ട് എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. സമയാസമയത്തിന് മാഡത്തിന് എല്ലാം മനസ്സിലാവും. പക്ഷെ പലപ്പോഴും സാറിന്റെ മൗനത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നു. പക്ഷെ അതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ പച്ചയായിട്ട് സാറിനെ തിരസ്കരിച്ചു. അന്ന് സാറെന്തോ മൂഢസ്വർഗത്തിലായിരുന്നു, ശ്രീലക്ഷ്മി എന്ന സ്വർഗത്തില്. വിശ്വാസത്തെക്കുറിച്ച് എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന സാറിന്റെ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു ശ്രീലക്ഷ്മിയുടെ പ്രവൃത്തികൾ മുഴുവൻ. ദാ ഇവിടെ പൊടി പിടിച്ച് കിടപ്പുണ്ട് സർ. പണ്ടെങ്ങോ അടിച്ചമർത്തപ്പെട്ട കുറെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും. പഴയ ശ്രീലക്ഷ്മി, പുതിയ ശ്രീലക്ഷ്മി എന്ന് സാറിന്റെ ജീവിതത്തെ രണ്ടായിട്ട് കീറി മുറിക്കുമ്പോഴും സാൻഡ്ര എന്നും സാൻഡ്രയായിട്ട് തന്നെ തുടരുന്നുണ്ട്. സാറിന്റെ ഒരു പിൻവിളിക്കായിട്ട് ഞാൻ കാത്തിരിക്കുക. അധികമൊന്നും വേണ്ട സർ. കുറച്ചു കാലം, വളരെ കുറച്ചു കാലം പുറകോട്ട് പോയാ സാറിന് മനസ്സിലാവും സാൻഡ്രയുടെയും ശ്രീലക്ഷ്മിയുടെയും വ്യത്യാസം. സാറിന്റെ മുന്നില് മറുപടിയില്ലാതെ നിൽക്കുന്നത് കാണുമ്പോ സത്യത്തില് എനിക്ക് സാറിനോട് സഹതാപമുണ്ട്. എന്റെ ജീവിതം ഞാനെടുത്ത് സാറിന്റെ ഉള്ളം കയ്യിൽ വെച്ച് തന്നിട്ടും സാർ അതിനെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചതിലുള്ള സഹതാപം. സാറും ശ്രീലക്ഷ്മിയും മതിമറന്ന് നടന്ന നാളുകളില് ഒരു അനാഥയായ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനും ശ്രീലക്ഷ്മിയും അന്ന് സാറിനെ ആഗ്രഹിച്ചു. എനിക്ക് കിട്ടാതെ പോയത് ശ്രീലക്ഷ്മിക്ക് കിട്ടി. ഏതൊരു സാധനവും സ്വന്തം ആകുന്നത് വരെയല്ലേ ഉള്ളൂ അതിന്റെ ഭംഗി. അത് സാറിന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തില് ശരിയായിരുന്നു. അതൊന്നും അന്നോ ഇന്നോ സാറിന് മനസ്സിലാവില്ല. രേഖ മാഡം പറഞ്ഞതുപോലെ അന്ന് എപ്പോഴോ ഞാൻ പ്രാർത്ഥിച്ചത് ഈശ്വരൻ നേടിത്തന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ഇല്ല രവി, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല. നീ പറഞ്ഞ പോലെ ഞാൻ നിന്റെ പഴയ രാജാറാമാടാ. നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ പിടിവിട്ടു പോയതാ. നീ എന്നോട് ക്ഷമിക്കടാ. ഞാൻ കാരണം, എന്റെ എടുത്തിയാട്ടം കാരണം നിനക്കിനി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. ട്രസ്റ്റ് മീ രവി. നീ നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം. അതിനാ ഞാൻ ഇത്ര സംസാരിച്ചത്. ചില സമയങ്ങളിൽ എടുത്തിയാട്ടത്തെക്കാൾ കൂടുതൽ നല്ലത് സംയമന രാജാറാം. നമ്മൾ പോരാടുന്നത് പകയോടെ എന്റെ മുന്നിൽ വരാത്ത ശത്രുവിനോടും പ്രണയത്തോടെ എന്റെ മുന്നിലുള്ള ശ്രീലക്ഷ്മിയുടെ ജീവിതത്തോടും. രണ്ടിലൊരിക്കൽ വിജയിക്കണം. അതിന് എന്റെ വലതുവശത്തായി നീ ഉണ്ടാകണം രാജാറാം. എന്റെ ഒടുങ്ങാത്ത പകയിലും പ്രണയത്തിലും
നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. ആദ്യം നല്ലൊരു വണ്ടിയായിരുന്നു മോളെ. ഈ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ കാശ് തികയാതെ വന്നപ്പോഴേ അച്ഛൻ അതങ്ങ് വിറ്റു. നീ പഴംപുരാണം പറയാതെ ദോശ ചൂടാ നോക്കടി. ആ ആൾക്കാരിപ്പോ വന്നുകൊണ്ടേയിരിക്കും. മാറിങ്ങോട്ട്, ഞാൻ ചൂടാ. എന്താ മോളെ ഇത്? മോള് നിനക്ക് ചെയ്യണത്? മോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ ഞാൻ പോയിരിക്കും. ഇതൊക്കെ അച്ഛൻ ചെയ്തോളാം. മാറിയിരുന്ന് റെസ്റ്റ് എടുക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിലിരുന്നാ പോരായിരുന്നില്ല അച്ഛാ. ഞാനിവിടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സഹായം ചെയ്തു തരാന്ന് വിചാരിച്ചു വന്നല്ലേ. അതപ്പോ നന്നായ. മോളെ ശ്രീലക്ഷ്മി, നീ ഇപ്പൊ ആരാണെന്ന് മറക്കരുത്. അച്ഛാ, ഇതൊക്കെ എനിക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പുണ്ടായ സ്റ്റാറ്റസാ. അതിനു മുൻപ് ഞാൻ നീരേറ്റ് കോളനിയിലെ സുദർശന ഭവനത്തിലെ സുദർശന്റെ ഒരേ ഒരു മകൾ മാത്രമായിരുന്നു. ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരി പെൺകുട്ടിയായ എനിക്ക് ഇനി എന്ത് വലിയ സ്റ്റാറ്റസ് ഉണ്ടായാലും പഴയതൊന്നും മറക്കാൻ എനിക്കാവില്ല. ഇനി എന്ത് വലിയ സ്റ്റാറ്റസ് ഉണ്ടായാലും പഴയതൊന്നും മറക്കാൻ എനിക്കാവില്ല. ഞാൻ ഒരിക്കലും പുതിയൊരാളാവാൻ ശ്രമിക്കേയില്ല. അങ്ങനെ ഞാൻ മാറിയാൽ അതെന്റെ അച്ഛന്റെ അമ്മയുടെയും വളർത്തുദോഷായേ കാണുന്നവർക്ക് തോന്നും. ഞാൻ വളർന്ന സാഹചര്യവും അച്ഛന്റെ അമ്മയുടെയും കഷ്ടപ്പാടും ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊന്നും മറന്ന് ഞാൻ ജീവിക്കേയില്ല. മോള് ശ്രീലക്ഷ്മി, നീ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ എനിക്ക് നിന്നോട് അഭിമാനം തോന്നാ മോളെ. നിന്നെ പ്രസവിച്ച് വളർത്തിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അത് മാത്രല്ല, അമ്മ മനസ്സ് നിറഞ്ഞു പറയാ, എന്റെ മോളെ മരുമകളായി കിട്ടിയത് വർമ്മൻ കുടുംബത്തിന്റെ ഭാഗ്യ. സരോജം പറഞ്ഞത് വളരെ ശരിയാ മോളെ. അച്ഛനും അത് തന്നെയാ പറയാനുള്ളത് മോളെ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അല്ല മോളെ, മോളിങ്ങോട്ടൊന്ന് വന്നേ. അമ്മ മോളോടൊരു കാര്യം ചോദിക്കണമെന്ന് ആലോചിച്ചിരുന്നു. ഇപ്പോ വർമ്മൻ കുടുംബം എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത്. രവിസാറിന്റെ നല്ല മനസ്സിനെ കുറിച്ച് അമ്മയ്ക്കറിയാം. എന്നാലും അവിടെ നിനക്ക് സുഖമല്ല. അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. എനിക്കൊന്ന് ടൗൺ വരെ പോണം. ഞാൻ പോയിട്ട് നേരെ വീട്ടിലോട്ട് വരാം. അതിന് മോളെന്തിനാ പോകുന്നത്? മോക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛനോട് പറ, അച്ഛൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. മോൾ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് വെക്കും. അതെ മോളെ, അതാ നല്ലത്. അയ്യോ അമ്മ, ഞാൻ തന്നെ പോയാലേ ശരിയാവൂ. അതാ. എന്താ മോളെ ഇത്? ദേ, നീ പോവാണെന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ അച്ഛന്റെ മുഖം മാറിയത് കണ്ടോ? നീ വന്നപ്പോ തൊട്ട അച്ഛന്റെ മുഖത്ത് ഇത്രയും സന്തോഷം കാണുന്നത്. നിനക്കെന്താ വേണ്ടെന്ന് വെച്ചാ അച്ഛൻ വാങ്ങിച്ചോണ്ട് വരും. അതാ അച്ഛന് സന്തോഷം. അച്ഛാ, അത് ഞാൻ കൃഷ്ണനോട് ഷോപ്പിങ്ങിന് ചെല്ലാന്ന് വാക്ക് കൊടുത്തുപോയി. അതല്ലേ. ഇനിയിപ്പോ ഞാൻ ചെന്നില്ലെങ്കിൽ കൃഷ്ണയ്ക്ക് അത് വിഷമാവും. പിന്നെ കൃഷ്ണ ഒറ്റയ്ക്ക് പോണ്ടേ? അത് ശരി. എങ്കിലേ കൃഷ്ണ ഒറ്റയ്ക്ക് പോട്ടെ. കൃഷ്ണയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നതാണ് ഇപ്പൊ വലിയ കാര്യം. സരോജം, മതി നിർത്ത്. ഇനി അതിനെപ്പറ്റി ഒരു തർക്കം വേണ്ട. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നവരല്ലേ അവര്. ഇപ്പൊ ഷോപ്പിങ്ങിന് ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ട് ചെല്ലാതിരുന്ന കൃഷ്ണൻ എന്ത് വിചാരിക്കും? എന്ത് വിചാരിച്ചാലെന്താ? ഇതാ ഞാൻ പറയണത്, ചില സമയത്ത് നിനക്ക് തീരെ ബുദ്ധിയില്ലാന്ന്. മോള് വലിയ വീട്ടിലെ മരുമകളായതിനു ശേഷം
പഴയ ചങ്ങാത്തത്തിനൊന്നും വില കൽപ്പിക്കുന്നില്ലെന്ന് കൃഷ്ണ വിചാരിക്കില്ലേ? മോളെ ശ്രീലക്ഷ്മി, നീ പോയിട്ട് വാ, വേഗം തിരിച്ചെത്തണം കേട്ടോ. ശരി അച്ഛാ, പോയിട്ട് വരാം അമ്മേ. ശരി ശരി, വേഗം വരണേ മോളെ, ഇല്ലെങ്കിലേ നിന്റെ അച്ഛൻ എനിക്ക് സമാധാനം തരില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, നീ വരാൻ താമസിച്ചാ പിന്നെ കുറ്റം എനിക്കാവും. ശരി അമ്മേ, ഞാൻ പോയിട്ട് വേഗം വരാം. ആ, സൂക്ഷിച്ചു പോണേ മോളെ. ശരി അമ്മേ, പോയിട്ട് വരാം. അച്ഛാ ശരി. ശരി മോളെ. ശ്രീലക്ഷ്മിയെ സെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ, രവിചന്ദ്ര വർമ്മൻ. പഴയതിനെ കുറിച്ച് നീയോ മറ്റാരെങ്കിലുമോ ശ്രീലക്ഷ്മിയെ ഓർമ്മപ്പെടുത്താതിരുന്നാൽ ഇവിടെ വേറെ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. അതെ രാജാറ, രാജനന്ദിനെ കുറിച്ചോ ഞങ്ങളുടെ ഭൂതകാലത്തെ കുറിച്ചോ ഓർക്കുന്നതൊന്നും ശ്രീലക്ഷ്മിന് കേൾക്കാനോ കാണാനോ പാടില്ല. അതിന് പഴയതെല്ലാം ഇല്ലാതാക്കണം. എല്ലാം നശിപ്പിച്ചേ മതിയാവും. ഈ വീടും ഈ കാറും അങ്ങനെയല്ല. ഓർമ്മകളിൽ ദുഃഖിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സത്യത്തെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ രാജാവ്. കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഞാനും ശ്രീലക്ഷ്മിയും തമ്മിൽ സന്തോഷത്തോടെയുള്ള ജീവിതത്തിനിടയിൽ അതൊക്കെ മറക്കാൻ എനിക്ക് എളുപ്പമാണ്. ഇപ്പൊ നീ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം. ഈ വീട് നിനക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂരിക്കും. നീ നേരത്തെ പറഞ്ഞ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണ്, രാജനന്ദിനെ അടക്കിയിരിക്കുന്ന ഈ മണ്ണ്, എന്ത് കാരണം കൊണ്ടായാലും മറ്റൊരാൾ കയ്യേറുന്നത് നോക്കി നിൽക്കാൻ നിനക്കാവില്ല. അങ്ങനെ മനസ്സ് മുറിഞ്ഞ് കണ്ണു നിറഞ്ഞ് ഒരു തീരുമാനം നീ ഇപ്പൊ എടുക്കണ്ട. രാത്രിയിൽ എന്തോ അന്വേഷിച്ചിറങ്ങി ഈ വീട്ടിനടയിലെത്തിയ ശ്രീലക്ഷ്മി അല്ല ഇപ്പൊ നിന്റെ മുന്നിലുള്ളത്. ഇപ്പോ ശ്രീലക്ഷ്മി കറക്റ്റ് ട്രാക്കിലാണ്. നീ ആഗ്രഹിച്ച ശ്രീലക്ഷ്മിയോടൊപ്പമുള്ള ജീവിതം നിന്റെ കൈകളിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത. ഇനിയും ശ്രീലക്ഷ്മി പഴയതുപോലെ ആവാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് ഭംഗിയായി ചെയ്താൽ മാത്രം മതി. ഇനി ചികിത്സ കൊണ്ടാണ് ഭേദമായതിന്റെ ലക്ഷണങ്ങൾ കാണുന്നതെങ്കിൽ ഇനിയും സിറ്റിംഗ് ഉണ്ടല്ലോ. അതിന്റെ അവസാനം നമുക്ക് തീരുമാനിക്കാം ഇനി എന്തും. രവി, നീ ഇതെവിടെ പോന്നു? ഈ വീട്ടിനുള്ളിലേക്ക്. രവി, വേണ്ട രവി, അത് നിന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുകയുള്ളൂ. അറിഞ്ഞു വെച്ചുകൊണ്ട് വിഷമങ്ങൾ അങ്ങോട്ട് പോയി വാങ്ങണ്ട. 20 വർഷം കഴിഞ്ഞു ഇതിനകം ഒന്ന് കണ്ടിട്ട്. ഇതുവരെ അകത്തേക്ക് കയറണം തോന്നിയിട്ടുമില്ല. പക്ഷെ ഇപ്പൊ എന്നെ അകത്ത് നിന്ന് ആരോ വിളിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടതെന്തോ അകത്തെനിക്ക് വേണ്ടി ഉള്ളതുപോലെ. അതെല്ലാം നിന്റെ തോന്നലിൽ നിന്നുണ്ടാകുന്നതാണ് രവി. പിന്നെ ആര് വരാനാ ഇവിടെ? അങ്ങനെ ഒരു തോന്നൽ രാജാവ്. അത് വെറും തോന്നൽ മാത്രമാ. നീ വന്നേ, നമുക്ക് പോവാം. രാജനന്ദിനിയുടെ അടുത്ത് പോണ്ടേ? ശരി, ഇനി നിന്നെ അനുസരിച്ചില്ല എന്ന് വേണ്ട.
ഇതിപ്പോ സാറ് കാത്തിരുന്ന് മുഷിയാണല്ലോ. അവൾ എന്തോ ഇനി മാത്രം വാങ്ങി കൂട്ടുന്നത്. ഇപ്പൊ വരും സരോജം. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഷോപ്പിങ്ങിന് എന്നൊക്കെ പറഞ്ഞു പോയാ സമയം പോകുന്നവര് ശ്രദ്ധിക്കില്ലല്ലോ. സാറ് വന്ന കാര്യം അവൾ അറിഞ്ഞു കാണില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചു നോക്കിയതാ, ബട്ട് ഔട്ട് ഓഫ് കവറേജ്. ഞങ്ങളും ഇങ്ങോട്ടുള്ള വരവ് പ്ലാൻ ചെയ്തിരുന്നില്ലല്ലോ. അതാ ശ്രീലക്ഷ്മിയെ ഇൻഫോം ചെയ്യാനാകാഞ്ഞത്. നോ പ്രോബ്ലം. ഞാൻ ശ്രീലക്ഷ്മിയെ കാത്തിരുന്ന് മുഷിഞ്ഞു എന്നൊന്നും വിചാരിക്കണ്ട. ശ്രീലക്ഷ്മി വരുമ്പോ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പോകുന്ന വഴിയിൽ ഞങ്ങളൊന്ന് അന്വേഷിക്കാം. അജറാ, നമുക്കിറങ്ങാം. എന്താ മോളെ ഇത്? എന്താ ഇത്രയും താമസിച്ചത്? രവി സാർ എത്ര നേരം നിന്നെ കാത്തു നിൽക്കാന്നറിയോ? സോറി സർ, കൃഷ്ണ കുറച്ചു ദിവസമായിട്ട് ഷോപ്പിങ്ങിന് പോണെന്ന് പറയുന്നു. അതാ ഞാൻ. ഉത്സവത്തിന്റെ സീസൺ ആയതുകൊണ്ട് റോഡിലൊക്കെ ആകെ തിരക്കായിരുന്നു. അതാ ലേറ്റ് ആയത്. ശ്രീലക്ഷ്മി മാഡം, മാഡത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെന്ന് തോന്നുന്നെങ്കിൽ ജസ്റ്റ് മേക്ക് എ കോൾ. ഞാൻ കാർ അയക്കാം. മാഡം ഇങ്ങനെ തനിച്ച് ടാക്സി സഞ്ചരിക്കുന്നത് ഒട്ടും സേഫ്റ്റി അല്ല. ഓക്കെ സർ, ഇനി ഞാൻ സൂക്ഷിച്ചോളാം. അല്ല, ശ്രീലക്ഷ്മി ഷോപ്പിങ്ങിന് പോയതാണെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കവറൊന്നും കാണുന്നില്ലല്ലോ. അത് ഞാനൊന്നും വാങ്ങിയില്ല ദീപു. കൃഷ്ണയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത്. ആണോ? എന്നാലും കൃഷ്ണനെ വിളിക്കാതെ പോയല്ലോ. വീട്ടിലോട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. എന്താണോ തന്നെ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ. കൂടുതലൊന്നും താനിപ്പോ ആലോചിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ വിഷമത്തിനൊക്കെ നാളെ ഒരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ നമുക്കിനി സമയമായിട്ടില്ലെന്ന് കരുതാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്ക് വിഷമമൊന്നും ഉണ്ടാവരുത്. നാളെ ട്രീറ്റ്മെന്റ് സെക്കൻഡ് സെക്ഷനാണ്. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇത് പറയാനാണ് സർ വന്നത്? ഇതുകൂടി പറയാനാണ് വന്നത്. പിന്നെ ഇതൊന്നും ഇവിടെ ആരും അറിയാത്ത ശ്രദ്ധിക്കണം. എന്താ ശ്രീലക്ഷ്മി ഇത്? കൊച്ചുകുട്ടികളെ പോലെ ഇത്രയും മൂഡ് ഓഫ് ആവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ. വിഷമിക്കാതെ. വിഷമിക്കാതെ പിന്നെ സന്തോഷിക്കണം സർ. ആരെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യമാണോ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടാവുന്നത്? ശ്രീലക്ഷ്മി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ വിഷമമായി തോന്നിയാലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ചെറിയൊരു ചിരിയോടെ ഓർത്തെടുക്കാനുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും. ട്രസ്റ്റ് മീ, പ്ലീസ് ശ്രീലക്ഷ്മി. എനിക്കറിയാം സർ, ഇതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല. എല്ലാം എന്റെ നിയോഗം. ദൂരേക്ക് വലിച്ചെറിയേണ്ട എന്റെ സ്നേഹത്തെ എന്നെ സാർ എപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നതില എനിക്ക് അത്ഭുതം. അങ്ങനെ വലിച്ചെറിയാൻ പറ്റുന്നത് ഒന്നാണോ ശ്രീലക്ഷ്മി എനിക്ക് താൻ? ഈ
ഈ ലോകത്ത് എന്റേതെന്ന് പറയാൻ എനിക്ക് താനല്ലേ ഉള്ളൂ. മുമ്പ് വായി മുറിഞ്ഞു പറഞ്ഞതിനും പെരുമാറിയതിനും താൻ എന്നോട് ക്ഷമിക്കണം. ഹാപ്പി രാജാറാം സർ, നമ്മുടെ സാൻഡ്ര കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ മുഴുവൻ സ്റ്റാഫുകൾക്കും പാർട്ടി അറേഞ്ച് ചെയ്യണം. ഓക്കെ സർ. ഇനി സാൻഡ്രക്ക് എന്താ സ്പെഷ്യൽ ആയിട്ട് വേണ്ടത്? എന്തായാലും പറയാം. സർ, എന്റെ ബർത്ത്ഡേ എനിക്ക് വലിയൊരു ബിഗ് ഡേ ഒന്നുമല്ല. എന്നത്തെയും പോലെ ഒരു ദിവസം, അത്രേ ഉള്ളൂ. ഈ ഓഫീസിൽ വന്നതിന് ശേഷം ആ ദിവസത്തിന് എന്തുമാത്രം പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന്റെ ഒരു ഹഗ്, ഇപ്പൊ തന്നെ ഈ ഹഗ്ഗിനൊപ്പം